ജീവിതത്തിൽ സഹനമോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ലേഖനവും സുവിശേഷവും. പത്രോസ്ലീഹ പറയും, ദൈവ തിരുമനസ്സോർത്ത് ക്ഷമയോടെ സഹിക്കുവാനെന്ന്. അത് നമ്മുടെ എല്ലാ വേദനകളുടെയും പുറകിൽ, എല്ലാ തെറ്റിദ്ധാരണകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് പുറകിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിന് രക്ഷാകരമായ ഒരു ഇടപെടലുണ്ട്. ക്ഷമയോടെ സഹിക്കണമെന്നുണ്ട്. നമുക്ക് പ്രതികാരം ചെയ്യാനും ശത്രുത നിറവേറ്റാനൊക്കെ കപ്പാസിറ്റി ഉണ്ടായിരിക്കെ നമ്മളത് വേണ്ടെന്ന് വെക്കുന്നത് ആണ് ക്ഷമയോടെ സ്വീകരിക്കുന്നത്. പിന്നെ സഹിക്കാനാണ് പറയുന്നത്. നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഈശോ സഹിച്ച അത്രയൊന്നും എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ എന്ന് അവർ ധ്യാനിക്കുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങിയെന്നാണ്. ജീവിതത്തിൽ ചില പിൻവാങ്ങലുകളുടെ ആവശ്യമുണ്ട്. എല്ലാത്തിനും നമ്മൾ ഫൈറ്റ് ചെയ്ത് ജയിക്കണമെന്നില്ല. ചില പിൻവാങ്ങലുകളും നമ്മുടെ വിജയം തന്നെയാണ്.